ഈ സ്റ്റാൻഡേ വെച്ചാലേ നമുക്ക് ആരംഭിക്കാം. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. പഠിതാക്കൾക്കും അഷ്ടമസ്കന്ധം 10-ാം അധ്യായം 25 വരെ എടുത്തു. 26 തുടർന്നു. അഷ്ടമസ്കന്ധം 10-ാം അധ്യായം 26-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു. പറയാം. അഷ്ടമസ്കന്ധം 10-ാം അധ്യായം ശ്ലോകം 26. തസ്യാസം സർവതോ ദേവാ നാനാവാഹധ്വജായുധാഃ ലോകപാലാഗണൈർ ദേവാസുരന്മാരുടെ യുദ്ധമാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. തസ്യ ആസൻ സർവതോ ദേവാഹ. തസ്യ അവന്റെ ആസൻ ഭവിച്ചു സർവതോ ചുറ്റുമായി ദേവാഹ ദേവന്മാർ നാനാ വാഹധ്വജാദയ പലതരത്തിലുള്ള വാഹനമാണ്. വാഹനങ്ങൾ, കൊടികൾ, ആയുധങ്ങൾ ഇവയോട് കൂടിയ ദേവന്മാരും അവന്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നു എന്നർത്ഥം. ദേവേന്ദ്രൻ യുദ്ധഭൂമിയിൽ ഐരാവതത്തിന് പുറത്ത് ശോഭിച്ചു എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടത്. അപ്പൊ തസ്യ അവന്റെ ചുറ്റും സർവതോ ദേവാഹ ഇന്ദ്രന്റെ ചുറ്റും സംരക്ഷണപൂർവം ദേവന്മാർ ആയുധങ്ങളും കൊടികളും വാഹനങ്ങളും ഒക്കെ ആയിട്ട് നിറഞ്ഞു. ലോകപാലാഹ ലോകപാലന്മാരും ഇന്ദ്രൻ ലോകപാലന്മാരിൽ ഒരാളാണ്. ബാക്കി കൂട്ടുകാരായിരിക്കുന്ന അഗ്നി, യമൻ, വരുണൻ, വായു ഇവരെല്ലാവരും കൂടെ സഹ ഗണൈഹി അവരുടെ സംഘങ്ങളോടൊപ്പമാണ്. വായു, അഗ്നി, വരുണാദയ അവരാണ് കൂട്ടുകാര് അല്ലെങ്കിൽ ലോകപാലന്മാർ. ഇന്ദ്രനുണ്ട്, വായു, അഗ്നി, വരുണൻ, ആദികൊണ്ട് യമൻ ഇവരെല്ലാം വരും. നിരതി, കുബേരൻ, ഇങ്ങനെ അഷ്ടദിക്പാലകന്മാരും സഹായത്തിനായി അവിടെ എത്തി. ലോകപാലാഹ ലോകപാലന്മാർ സഹ ഗണൈഹി അവരൊറ്റക്കല്ല, അവരുടെ സംഘത്തോടൊപ്പം വായു, അഗ്നി, വരുണാദികൾ എല്ലാവരും ഇന്ദ്രനെ സഹായിക്കാനായി ആയുധങ്ങളും കൊടികളും വാഹനങ്ങളുമായി ഇന്ദ്രന്റെ ചുറ്റും വന്ന് നിരന്നു നിന്നു. തസ്യ ആസൻ സർവതോ ദേവാം നാനാവാഹധ്വജായുധാഃ ലോകപാലാ സഹഗണൈർ വായു, അഗ്നി, വരുണാദയാം. തസ്യ ആസൻ സർവതോ ദേവാം നാനാവാഹധ്വജായുധാഃ ലോകപാലാ സർവതോ ദേവാം നാനാവാഹധ്വജായുധാഃ ലോകപാലാ സഹഗണൈർ വായു, അഗ്നി, വരുണാദയാം. മ്യൂട്ട് ചെയ്യാത്ത അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് അതൊരു വിഷമമാവും. തേ അന്യോന്യം അഭിസംസൃത്യ. ഓമനയും കമലയുമാണ് മ്യൂട്ട് ചെയ്യാത്തവർ. രണ്ടുപേരും മ്യൂട്ട് ചെയ്യണം. നിങ്ങളുടെ ശബ്ദം ഇവിടെ കേൾക്കുന്നതുകൊണ്ട് എനിക്ക് പറ്റതാണ്. ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. തേ അന്യോന്യം അഭിസംസൃത്യ ക്ഷിപന്തോ മർമ്മഭിർമിഥ ആഹ്വയന്തോ വിശന്തോഗ്രേ യൂയുധദ്വയോധിന. തേ അവർ അന്യോന്യം അഭിസംസൃത്യ അവർ പരസ്പരം എതിർത്തിട്ട്, അഭിസംസൃത്യ എതിർത്തിട്ട് എന്നർത്ഥം. ക്ഷിപന്ത ക്ഷേപണം ചെയ്തിട്ട്, അധിക്ഷേപിച്ചിട്ട്, മർമ്മഭിഹി മിഥ
മർമ്മങ്ങളിൽ പരസ്പരം ആഹ്വാനം ചെയ്യുന്ന വിശന്ത പ്രവേശിക്കുന്നവരായിട്ട് അഗ്രേ മുമ്പിൽ യുയുധുഹു ദ്വന്ദ്വയോധിന യുയുധുഹു യുദ്ധം ചെയ്തു ദ്വന്ദ്വയോധികളായിട്ട് ദ്വന്ദ്വയുദ്ധം ചെയ്യുന്നവരായിട്ട് പരസ്പരം യുദ്ധം ചെയ്തു എന്നർത്ഥം. ഇങ്ങനെ ദേവന്മാരും അസുരന്മാരും ഒന്നിച്ചു വന്ന് കൂട്ടുമുട്ടി. ഇന്ദ്രന്റെ സഹായത്തും ദേവന്മാരെല്ലാവരും കൂടെയുണ്ട്. മർമ്മഭിഹി ക്ഷിപന്ത മർമ്മം വിളക്കുമാറ് പരസ്പരം അവർ സംഭാഷണം ചെയ്തു എന്നർത്ഥം, അധിക്ഷേപിച്ചു. എന്നിട്ട് പരസ്പരം വിളിച്ചു യുദ്ധത്തിനായിട്ട്, പോരിനായിട്ട്. എന്നിട്ട് ഓരോരുത്തരുടെ മുമ്പിൽ ചെന്ന് ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി വിളിച്ചു ഓരോരുത്തരെ. സമൂഹ യുദ്ധം ഒഴിവാക്കിയിട്ട് ദ്വന്ദ്വയുദ്ധത്തിന് വേണ്ടി ഓരോരുത്തരും ചെന്ന് വിളിച്ചു. യുദ്ധത്തിന്റെ ഓരോരോ അടവുകളിൽ ഒന്നാണ് സംഖ്യാനുവാദികളായിട്ട് നിന്ന് യുദ്ധം ചെയ്യുക, രണ്ടുപേർ മാത്രമായി. അപ്പൊ ഒരു പരസ്പരം വാഗ്വാദങ്ങൾ മുഴക്കാം, പരസ്പരം മുമ്പിലേക്ക് വരൂ എന്ന് ആഹ്വാനം ചെയ്ത് വിളിക്കാം, മുമ്പിലെത്താം, പരസ്പരം ആയുധമില്ലാതെ ദ്വന്ദ്വയുദ്ധം ചെയ്യാം, ആയുധം കൊണ്ടും ചെയ്യാം. രണ്ടുപേർ മാത്രം ചെയ്യുന്ന യുദ്ധമാണ്. ആയുധം കൊണ്ട് ചെയ്യാം, ആയുധമില്ലാതെയും ചെയ്യാം. തേന്യോന്യമഭിസംസൃത്യ ക്ഷിപന്തോ മർമ്മഭിർമിഥ ആഹ്വയന്തോ വിശന്തോഗ്രേ യുയുധുദ്വയോധിന. 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 യോധബലിരിന്ദ്രേണ താരകേണ ഗുഹോസ്യതാം വരുണോ ഹേതിനായുധ്യൻ മിത്രോ രാജൻ പ്രഹേതിനാം. ഇനിയും കുറെ ശ്ലോകത്തില് ആരൊക്കെ തമ്മിലാണ് ദ്വന്ദ്വയുദ്ധം ചെയ്തതെന്ന് കുറെ പേരെടുത്ത് പറയുന്നു മാത്രമേ ഉള്ളൂ. യുയോധ യുദ്ധം ചെയ്തു ബലിഹി ഇന്ദ്രേണ. ബലി ഇന്ദ്രനോടാണ് യുദ്ധം ചെയ്തത്. യുയോധ യുദ്ധം ചെയ്തു ബലി ഇന്ദ്രേണ ഇന്ദ്രനോട്. താരകേണ ഗുഹോ അസ്യതാം താരകനോട് ഗുഹൻ എതിർത്തു. അസ്യത എതിർത്തു എന്ന്. താരകാസുരനോട് ഗുഹൻ എതിർത്തു. താരകേണ ഗുഹൻ സുബ്രഹ്മണ്യൻ. അസ്യതാം വരുണോ ഹേതിനായുധ്യൻ വരുണൻ ഹേതിയുമായിട്ടാണ് യുദ്ധം ചെയ്തത്. മിത്രോ രാജൻ പ്രഹേതിന മിത്രൻ പ്രഹീതിയുമായിട്ട് യുദ്ധം ചെയ്തു. യോധബലിരിന്ദ്രേണ താരകേണ ഗുഹോസ്യതാം വരുണോ ഹേതിനായുധ്യൻ മിത്രോ രാജൻ പ്രഹേതിനാം. യോധബലിരിന്ദ്രേണ താരകേണ ഗുഹോസ്യത വരുണോ ഹേതിനായുധ്യൻ മിത്രോ രാജൻ പ്രഹേതിനാം. യമസ്തു കാലനാഭേന വിശ്വകർമാമയേന വൈ ശംബരോ യുധേ തുഷ്ട്ര സവിത്രാതു വിരോചന. യമസ്തു കാലനാഭേന യമൻ കാലനാഭനോടും വിശ്വകർമാവ് മയേന വൈ മയനോടും വൈ തീർച്ചയായിട്ടും ശംബരോ യുധേ തുഷ്ട്ര ശംബരൻ തുഷ്ട്രാവിനോട് യുദ്ധം ചെയ്തു. സവിത്രാതു വിരോചന സവിതാവിനോട് വിരോചനന് യുദ്ധം ചെയ്തു. യമസ്തു കാലനാഭേന വിശ്വകർമാമയേന വൈ ശംബരോ യൂഥേ തുഷ്ട്ര സവിത്രാതു വിരോചന. യമസ്തു കാലനാഭേന വിശ്വകർമാമയേന വൈ ശംബരോ യൂഥേ തുഷ്ട്ര സവിത്രാതു വിരോചന. അപരാജിതേന നമുജിഹി അശ്വിനോ വൃഷപർവണാം സൂര്യോ ബലിസുതേർദേവോ ബാണജ്യേഷ്ഠൈഷതേന ച. അപരാജിതേന നമുജിഹി അപരാജിതനോട് നമുജി യുദ്ധം ചെയ്തു. അശ്വിനൗ വൃഷപർവണാം അശ്വികൾ വൃഷപർവാവിനോട് യുദ്ധം ചെയ്തു. സൂര്യോ ബലിഫുതൈഹി
സൂര്യൻ ബലിപുത്രന്മാരോട് സൂര്യദേവോ ബലിപുത്രന്മാരോട് ബാണജ്യേഷ്ഠൈഷതേനച ബാണനാകുന്ന ജ്യേഷ്ഠനോട് കൂടിയ ബലിപുത്രന്മാർ, ബാണൻ എന്ന മൂത്തപുത്രനോട് കൂടിയ ബലിപുത്രന്മാർ 100 പേരോട് സൂര്യദേവനും കരുതി. അപരാജിതേന നമുചിഹി അശ്വിനോ വൃഷപർവണ സൂര്യോ ബലിപുതേർദേവോ ബാണജ്യേഷ്ഠൈഷതേന ച. അപരാജിതേന നമുചിഹി അശ്വിനോ വൃഷപർവണ സൂര്യോ ബലിപുതേർദേവോ ബാണജ്യേഷ്ഠൈഷതേന ച. രാഹുണാ ച തഥാ സോമ പുലംനായൂഥേ നിലാം നിശുംഭശുംഭയോർദേവീ ഭദ്രകാളീ തരസ്വിനി. രാഹുണാ ച തഥാ സോമ, രാഹുവിനോട് സോമൻ ചന്ദ്രൻ യുദ്ധം ചെയ്തു. പുലോംനായൂഥേ അനില, പുലോമാവ് അനിലനോട് യുദ്ധം ചെയ്തു. നിശുംഭശുംഭയോഹോ, നിശുംഭശുംഭന്മാരോട് ദേവി ഭദ്രകാളി തരസ്വിനി. ബലശാലിയായ ഭദ്രകാളി, അവർ തരസ്വിനി എന്ന് വെച്ചാൽ ബലശാലി, ബലശാലിയായ ഭദ്രകാളി ശുംഭനിശുംഭന്മാരോട് യുദ്ധം ചെയ്തു. രാഹുണാച തഥാ സോമ പുലംനായൂഥേ അനിലാം നിശുംഭശുംഭയോർദേവീ ഭദ്രകാളി തരസ്വിനി. രാഹുണാച തഥാ സോമ പുലംനായൂഥേ അനിലാം നിശുംഭശുംഭയോർദേവീ ഭദ്രകാളി തരസ്വിനി. രാഹുണാ ച തഥാ സോമ പുലംനായൂഥേ അനിലാം നിശുംഭശുംഭയോർദേവീ ഭദ്രകാളി തരസ്വിനി. വൃഷാകപിസ്തു ജംഭേന മഹിഷേണ വിഭാവസു ഇല്വര സഹവാതാപദ്മപുത്രൈരരിന്ദമാം. വൃഷാകപി തു ജംഭേന, വൃഷാകപി ജംഭനോട് യുദ്ധം ചെയ്തു. മഹിഷേണ വിഭാവസു, മഹിഷനോട് വിഭാവസു യുദ്ധം ചെയ്തു. ഇല്വര സഹ വാതാപി, ഇല്വരൻ വാതാപിയോട് യുദ്ധം ചെയ്തു. ബ്രഹ്മപുത്രൈഹി അരിന്ദമ, ബ്രഹ്മപുത്രന്മാരോട് അരിന്ദമൻ യുദ്ധം ചെയ്തു. വൃഷാകപിസ്തു ജംഭേന മഹിഷേണ വിഭാവസു ഇല്വര സഹ വാതാപദ്മപുത്രൈരരിന്ദമാം. വൃഷാകപിസ്തു ജംഭേന മഹിഷേണ വിഭാവസു ഇല്വര സഹ വാതാപദ്മപുത്രൈരരിന്ദമാം. കാമദേവേന ദുർമർഷാം ഉത്കലോ മാതൃഭിഃ സഹ ബൃഹസ്പതിശ്ചോശനഫ നരകേണ ശനൈശ്ചരാം. കാമദേവേന ദുർമർഷ, കാമദേവനോട് ദുർമർഷൻ യുദ്ധം ചെയ്തു. ഉത്കലോ മാതൃഭിഃ സഹ, ഉത്കലൻ സപ്തമാതാക്കളോടൊപ്പം യുദ്ധം ചെയ്തു. ബൃഹസ്പതിശ്ച ഉശനഫ, ബൃഹസ്പതി ശുക്രനോട്, ഉശനഫ ശുക്രൻ, ശുക്രനോട് യുദ്ധം ചെയ്തു. നരകേണ ശനൈശ്ചര, നരകനോട്, നരകാസുരനോട് ശനൈശ്ചരൻ യുദ്ധം ചെയ്തു. കാമദേവേന ദുർമർഷ ഉത്കലോ മാതൃഭിഃ സഹ ബൃഹസ്പതിശ്ചോശനഫ നരകേണ ശനൈശ്ചരാം. കാമദേവേന ദുർമർഷ ഉത്കലോ മാതൃഭിഃ സഹ ബൃഹസ്പതിശ്ചോശനഫ നരകേണ ശനൈശ്ചരാം. കാമദേവേന ദുർമർഷാം ഉത്കലോ മാതൃഭിഃ സഹ ബൃഹസ്പതിശ്ചോശനഫ നരകേണ ശനൈശ്ചരാം. മരുതോ നിവാതകവചൈ കാലകേയർ വസവോമരാഹം വിശ്വേ ദേവാസ്തു പൗലോമൈ രുദ്ര ക്രോധവശൈ സഹ. മരുതഃ നിവാതകവചൈ, മരുത്ത് എന്ന ദേവൻ കവചന്മാരോട് യുദ്ധം ചെയ്തു. മരുതു നിവാതകവചൈ. കാലകേയ, കാലകേയന്മാരോട് വസവ അമരാഹ, വസുക്കൾ എന്ന ദേവന്മാർ, അഷ്ടവസുക്കൾ എന്ന അമരന്മാർ, ദേവന്മാർ കാലകേയന്മാരോട് യുദ്ധം ചെയ്തു. വിശ്വേ ദേവാസ്തു പൗലോമൈഹി, വിശ്വദേവന്മാരെ ആരോട്, വിശ്വദേവന്മാര് പൗലോമന്മാരോട് യുദ്ധം ചെയ്തു. രുദ്രാഹ ക്രോധവശൈ സഹ, രുദ്രൻ ക്രോധവശന്മാരോട്, ക്രോധവശന്മാർ ഒരു ഗണ സംഘങ്ങളുടെ പേരാണ് അസുരന്മാരുടെ.
രുദ്രൻ അവരോട് യുദ്ധം ചെയ്തു. മരുതോ നിവാതകവചൈ കാലകേർവസവോമരാ വിശ്വേ ദേവാസ്തു പൗലോമൈ രുദ്ര ക്രോധവശൈ സഹാം. മരുതോ നിവാതകവചൈ കാലകേർവസവോമരാ വിശ്വദേവാസ്തു പൗലോമൈ രുദ്ര ക്രോധവശൈ സഹാം. തയേവം ആജാവസുരാസുരീന്ദ്രാദ്വന്ദ്വേന സംഹത്യ ച യുധ്യമാനാം അന്യോന്യമാസാദ്യം ജഘ്നുരോജസാം ജിഗീഷവസ്തീഷ്ണശരാഫിതോമരൈ. തേനർത്ഥം അവർ. ഏവം ആജൗ അസുരാഹ ഏവം ആജാവസുരാഹ ഏവം ആജൗ അസുരാഹ ഇങ്ങനെ ആജൗ യുദ്ധത്തിൽ അസുരാഹ അസുരന്മാർ. തേ അസുരാഹ ഏവം ആജൗ ആ അസുരന്മാർ ഇങ്ങനെ യുദ്ധത്തിൽ സുരേന്ദ്രാഹ ദ്വന്ദ്വേന സംഹത്യ സുരേന്ദ്രന്മാരും ദ്വന്ദ്വേന സംഹത്യ യുദ്ധമാനാഹ കൂടിച്ചേർന്ന് ദ്വന്ദ്വന്മാരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് അന്യോന്യമാസാദ്യ പരസ്പരം എതിരിട്ടിട്ട് നിജഘ്നുഹു ഓജസ ഓജസ് കൊണ്ട് ശക്തി കൊണ്ട് നിജഘ്നുഹു താടിച്ചു പരസ്പരം തല്ലി അടിച്ചു ആയുധം പ്രയോഗിച്ചു. ജിഗീഷവഹ ജയിക്കാൻ ആഗ്രഹിച്ചവരായിട്ടാണ്. തീഷ്ണ ശരാഫിതോമരൈ തീഷ്ണങ്ങളായ ശരങ്ങള് അഫി തോമരങ്ങൾ. ശരങ്ങൾ അമ്പുകൾ, അഫി വാള്, തോമരം വാളുപോലെ ആയുധവിശേഷമാണ്. അന്യോന്യം ജയിക്കാൻ ആഗ്രഹിച്ച് പരസ്പരം ചേർന്ന് പലതരത്തിലുള്ള ആയുധങ്ങളെ കൊണ്ട് പരസ്പരം യുദ്ധം ചെയ്തു ദേവാസുരന്മാർ ഒന്നിച്ചു. തയേവമാജാവസുരാസുരേന്ദ്രാം ദ്വന്ദ്വേന സംഹത്യ ച യുധ്യമാനാം അന്യോന്യമാസാദ്യ നിജഘ്നുരോജസാം ജിഗീഷവസ്തീഷ്ണശരാഫിതോമരൈ. 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 ഭുഷുണ്ഡിഭിശ്ചക്രാം ഗദഷ്ടിപട്ടിഷൈ ശക്ത്യുൽമുഖൈ പ്രാസവരശ്വഥൈരപി നിസ്തൃംശഭല്ലൈ പരിഖൈ സമുദ്ഗരൈ സഭിണ്ഡിപാലൈശ്ച ശിരാംസി ചിച്ഛിതു. ഈ കുറെ ആയുധങ്ങളുടെ പേരാണ്. പലതും നമുക്ക് കേട്ട് പരിചയമില്ലാത്തതാണ്. പരിചയമുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബാക്കി വെറുതെ വാക്ക് കേൾക്കാനേ പറ്റുള്ളൂ. നമുക്ക് പരിചയമില്ലാത്ത ഒത്തിരി ആയുധങ്ങളെ കുറിച്ച് പറയുന്നു. ഭുഷുണ്ഡിഭിഹി ഭുഷുണ്ഡികളാൽ, ചക്ര ഗദ വൃഷ്ടി പട്ടിഷങ്ങളാൽ. ഭുഷുണ്ഡികൾ ഒരുപക്ഷെ തൃശൂലം പോലെയുള്ള ഒരു ആയുധമായിരിക്കാം. ചക്രം കൊണ്ട്, ഗദ കൊണ്ട്, വൃഷ്ടി എന്ന് പറയുന്ന വടിയാണ്, ദണ്ഡാണ്. പട്ടിശൈഹി പട്ടിശം ഒരു ആയുധമാണ്, എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നില്ല. ഭുഷുണ്ഡിഭി ചക്ര ഗദർഷ്ടി പട്ടിശൈ ശക്തി ശക്തി പേരായിരിക്കാം. ഉൾമുഖൈഹി ഉൾമുഖം തീക്കൊള്ളിയാണ്. ശക്തി ഉൾമുഖൈഹി ശക്തിയുൽമുഖൈ. പ്രാസ പരശ്വഥൈരപി പ്രാസം കുന്തമാണ്, പരശ്വഥം മഴുവാണ്. പ്രാസപരശ്വഥൈരപി ശക്തി ഉൽമുഖൈ പ്രാസപരശ്വഥൈരപി നിസ്തൃംശഭല്ലൈഹി നിസ്തൃംശമായ മൂർച്ചയുള്ള ഭല്ലൈഹി അമ്പുകളായിരിക്കാം. പരീഖൈഹി ഇരുമ്പുലക്കുകൾ.
സമുദ്ഗരൈഹി, അതും ഇരുമ്പുടക്കയുടെ ഒരു വകഭേദമാണ്. സഭിന്ദിപാലൈശ്ച, ഭിന്ദിപാലം ഒരായുധമാണ്. ശിരാംസി, ശിരഫുകളെ, ചിച്ഛിദുഹു, ഛേദിച്ചു, മുറിച്ചു എന്നർത്ഥം. ഇത്രയും ആയുധം കൊണ്ട് പരസ്പരം യുദ്ധം ചെയ്ത് ശിരഫുകളെ ഛേദിപ്പിക്കപ്പെട്ടു പലരും. ഭുഷുണ്ഡിഭിശ്ചക്രഗദർഷ്ടിപട്ടിശൈ ശക്ത്യുന്മുഖൈ പ്രാഫവരശ്വഥൈരവി നിസ്തൃംശഭല്ലൈ പരിഖൈ സമുദ്ഗരൈ സഭിന്ദിപാലൈശ്ച ശിരാംസി ചിച്ഛിദു. ഭുഷുണ്ഡിഭിശ്ചക്രഗദർഷ്ടിപട്ടിശൈ ശക്ത്യുന്മുഖൈ പ്രാഫവരശ്വഥൈരവി നിസ്തൃംശഭല്ലൈ പരിഖൈ സമുദ്ഗരൈ സഭിന്ദിപാലൈശ്ച ശിരാംസി ചിച്ഛിദു. ഭുഷുണ്ഡിഭിശ്ചക്രഗദർഷ്ടിപട്ടിശൈ ശക്ത്യുന്മുഖൈ പ്രാഫവരശ്വഥൈരവി നിസ്തൃംശഭല്ലൈ പരിഖൈ സമുദ്ഗരൈ സഭിന്ദിപാലൈശ്ച ശിരാംസി ചിച്ഛിദു. ഗജാസ്തുരംഗാ ഫരഥാപദാദയാം ഫാരോഹവാഹാം വിവിധാ വിഖണ്ഡിതാം നിവൃത്തബാഹൂരുശിരോധരാഘ്രയ ഛിന്നധ്വജേഷ്വാസതനുപ്രഭൂഷണാഹം. ആ യുദ്ധഭൂമിയിലെ തലപോയി കിടന്നവർ ആരൊക്കെയാണ് എന്ന് പറയാൻ പുറപ്പെട്ടതാണ്. ഗജാഹ, ആനകൾ, തുരങ്കാഹ, കുതിരകൾ, ഫരഥാഹ പദാതയ, തേരുകളോട് കൂടിയ കാലാളുകൾ, ഇവ വഹിക്കുന്ന വാഹനങ്ങൾ, ഫാരോഹവാഹ, ഇവരെ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, വിവിധാഹ വിഖണ്ഡിതാഹ, പലതരത്തിൽ ഖണ്ഡിക്കപ്പെട്ടു, മുറിക്കപ്പെട്ടു. ആനകള്, കുതിരകൾ, തേരുകൾ, കാലാളുകൾ, രഥത്തിൽ പോകുന്നവര്, വാഹനത്തിൽ പോകുന്നവർ, അവരുടെയൊക്കെ ആയുധങ്ങളും അംഗങ്ങളും ശിരഫുകളും രഥങ്ങളുമൊക്കെ തകർക്കപ്പെട്ടു. നികൃത്ത ബാഹൂരു ശിരോധരഘ്രയ, നികൃത്തം, മുറിക്കപ്പെട്ട. ബാഹു അറിയാം കയ്യ്, ഊരു അറിയാം തുട, ശിരഹ ശിരോധര ശിരസിനെ ധരിക്കുന്ന കഴുത്ത്, അഘ്രയ പാദങ്ങൾ, ഛിന്നധ്വജേഷ്വാസ ഛിന്നമായ ധ്വജങ്ങൾ, ഛിന്നധ്വജ കൊടികൾ മുറിഞ്ഞിട്ട്, ഇഷ്വാസം, ഇഷ്വാസം വില്ല്, ഇഷുക്കളിലെ ആസനം, അമ്പുകളുടെ ഇരിപ്പിടം, വില്ല് ഇഷ്വാസ. തനുസ്രം, കവചം നത്തും, ശരീരത്തെ രക്ഷിക്കുന്നത്, തനുവിനെ താളം ചെയ്യുന്നതാണ് തനുത്രം, കവചം. ഭൂഷണാഹ, ഭൂഷണങ്ങൾ, ഇതെല്ലാം അവിടെ ചിന്നിച്ചിതറി കിടന്നു. ചിലരുടെ കയ്യില്ല, ചിലരുടെ തുടയില്ല, ചിലരുടെ കഴുത്തില്ല, ചിലരുടെ കാലുകളില്ല, ചിലരുടെ പൊടികളൊക്കെ ചിഹ്നങ്ങളായി മുറിഞ്ഞുപോയി, ചിലരുടെ വില്ല് കഷ്ണങ്ങളായി പോയി, ചിലരുടെ കവചങ്ങളൊക്കെ തകർന്നു തരിപ്പണമായി, ചിലരുടെ ഭൂഷണങ്ങളൊക്കെ നാനാവഴിക്ക് ചിഹ്നിച്ചിതറി കിടക്കുന്നു. ഗജാസ്തുരംഗാ ഫരഥാപദാതയാം ഫാരോഹവാഹ വിവിധാ വിഖണ്ഡിതാ നികൃത്തബാഹൂരുശിരോധരഘ്രയ ഛിന്നധ്വജേഷ്വാസ തനുത്രഭൂഷണാഹ. ഗജാസ്തുരംഗാ ഫരഥാപദാതയാം ഫാരോഹവാഹ വിവിധാ വിഖണ്ഡിതാ നികൃത്തബാഹൂരുശിരോധരഘ്രയ ഛിന്നധ്വജേഷ്വാസ തനുത്രഭൂഷണാഹ. ഗജാസ്തുരംഗാ ഫരഥാപദാതയാം ഫാരോഹവാഹ വിവിധാ വിഖണ്ഡിതാ നികൃത്തബാഹൂരുശിരോധരഘ്രയ ഛിന്നധ്വജേഷ്വാസ തനുത്രഭൂഷണാഹ. തേഷാം ആഘാതരഥംഗചൂർണിതാം ആയോധനാത് ഉത്ബണൗദ്ധിതസ്തതാം രേണുർദിശഖം ദ്യുമണിം ച ഛാദയൻ ന്യവർത്തത അസത്സൃതിഭി പരിപ്ലുതാത്. തേഷാം, അവരുടെ, പദാഘാത രഥാംഗചൂർണിതാത്,
അവരുടെ പാദങ്ങൾ കൊണ്ടുള്ള ആഘാതം കൊണ്ട്, കാലടിച്ചത് കൊണ്ട്, പദാഘാതം കൊണ്ട് രഥ അംഗചൂർണിതാഹ, രഥത്തിന്റെ ചേർചക്രങ്ങൾ പൊടിഞ്ഞ് തരിപ്പണമായി. രഥാംഗം ചക്രം, ചൂർണിതാഹ പൊടിഞ്ഞു. തേഷാം പദാഘാത രഥാംഗ ചൂർണിതാഹ, അവരുടെ കാലുകൊണ്ടുള്ള തൊഴിയേറ്റിട്ട് രഥത്തിന്റെ ചക്രങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി, പൊടിഞ്ഞുപോയി. ആയോധനാത്, യുദ്ധത്തിൽ നിന്നും, ഉദ്ബണ ഉദ്ധിതസ്തത, യുദ്ധത്തിൽ നിന്നും ഉദ്ധിതമായ പൊങ്ങിയ, ഉൽബണ ഉൽക്കളമായ, ശക്തമായ, നിറഞ്ഞിരിക്കുന്ന, ഉദ്ധിത ഉയർന്ന, തഥ അപ്പോൾ, രേണുഹു പൊടി. യുദ്ധഭൂമിയിൽ നിന്നും അതിഭയങ്കരമായ പൊടി ഉയർന്നു വന്നു. പൊടി ഇവരുടെയൊക്കെ ആയുധങ്ങളും ശിരഫുകളും അംഗങ്ങളും താഴെ വീണത് കൊണ്ടും പരസ്പരം തൊഴിച്ചും അടിച്ചും വീണുകൊണ്ടുള്ള പൊടിപടലങ്ങൾ, ചക്രങ്ങൾ തകർന്ന് തരിപ്പണമായ പൊടിപടലങ്ങൾ, ഇതെല്ലാം മുകളിലേക്ക് ഉയർന്നു വന്നിട്ട് രേണുഹു ദിശഹ ഘം ദ്യുമനിഞ്ചാതെ, ദിശഹ ദിക്കിനെ, ഘം ആകാശത്തെ, ദ്യുമണി സൂര്യൻ, സൂര്യനെയും ഛാതയൻ മറച്ചുകൊണ്ട്. ഈ പൊടി ദിക്കുകളെ മറച്ചു. ഏത് ദിക്കാന്ന് കാണാൻ മേല, കിഴക്കാണോ വടക്കാണോ പടിഞ്ഞാറാണോ അറിയാൻ മേല, പൊടിപടലം കൊണ്ട് നിറഞ്ഞു. ആകാശവും കാണത്തില്ല, മേളിൽ പൊടി മാത്രമേ ഉള്ളൂ, ആകാശം കാണാനില്ല. അപ്പൊ പിന്നെ സൂര്യനെ കാണാനില്ലെന്ന് പറയണ്ടല്ലോ. ദ്യുമനിഞ്ച, സൂര്യനെയും ഛാതയൻ മറച്ചുകൊണ്ട്, ന്യവർത്തത, തിരിച്ചു താഴേക്ക് വന്നു. പൊടി മുകളിലേക്ക് പോയത് അതുപോലെ തിരിച്ചു താഴേക്ക് വന്നു. അസൃക്സൃതിഭി പരിപ്ലുതാത്, തിരിച്ചു താഴേക്ക് വന്നിട്ട് ചോരത്തുള്ളികൾ വീണ് കുതിർന്ന് താഴെ വന്ന് വീണു ഈ പൊടിയെന്ന്. അഫൃക്ക് എന്ന് വെച്ചാൽ ചോര, ശ്രുതിഭിഹി ഒഴുക്കുന്നത് കൊണ്ട്, പരിപ്ലാത് നനഞ്ഞു എന്നത്. പിന്നെ ഈ പൊടിക്ക് മുകളിലോട്ട് പോകാൻ പറ്റിയില്ല, കാരണം ചോര വീണ് നനഞ്ഞു. പൊടിപടലങ്ങൾ ആകാശം മുഴുവൻ നിറഞ്ഞ്, അന്തരീക്ഷം നിറഞ്ഞ് ഇന്ന് ആ പൊടി ആ പോയ പോലെ താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ താഴെ ചോര തളം കെട്ടിക്കിടന്നപ്പോൾ ചോരക്കകത്ത് വീണ ആ പൊടിയെല്ലാം നനഞ്ഞ് അവിടെ തന്നെ കിടന്നു. മനോഹരമായൊരു യുദ്ധ ദൃശ്യത്തിന്റെ വർണ്ണനമാണ് അത്. പക്ഷേ മഹാഭാരതം കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ യുദ്ധം വർണ്ണിക്കുന്നത് ഇവിടെയാണ്. തേഷാം പദാഘാതരഥംഗചൂർണിതാത് ആയോധനാത് ഉദ്ബണ ഉദ്ധിതസ്തദാം രേണുർദിശഖം ദ്യുമണിം ഛാദയൻ ന്യവർത്തത ആസൃക്സൃതിഭി പരിപ്ലുതാത്. തേഷാം പദാഘാതരഥംഗചൂർണിതാത് ആയോധനാത് ഉദ്ബണ ഉദ്ധിതസ്തദാം രേണുർദിശഖം ദ്യുമണിം ഛാദയൻ ന്യവർത്തത ആസൃക്സൃതിഭി പരിപ്ലുതാത്. തേഷാം പദാഘാതരഥംഗചൂർണിതാത് ആയോധനാദുദ്ബണ ഉദ്ധിതസ്തദാം രേണുർദിശഖം ദ്യുമണിം ഛാദയൻ ന്യവർത്തത ആസൃക്സൃതിഭി പരിപ്ലുതാത്. തേഷാം പദാഘാതരഥംഗചൂർണിതാത് ആയോധനാദുദ്ബണ ഉദ്ധിതസ്തദാം രേണുർദിശഖം ദ്യുമണിം ഛാദയൻ ന്യവർത്തത ആസൃക്സൃതിഭി പരിപ്ലുതാത്. ശിരോഭിരുദ്ധൂതകിരീടകുണ്ടലൈ സംരംഭദൃഗ്ഭി പരിദഷ്ടദച്ഛതൈ മഹാഭുജൈ ഫാഭരണൈ ഫഹായുധൈ പ്രാസ്തദാഭൂ കരഭോരുബഭൗ. ശിരോഭിഹി, ശിരസുകളാൽ, ഉദ്ധൂതകിരീടകുണ്ടലൈഹി, ഉദ്ധൂതമായ കിരീടകുണ്ടലങ്ങളോട് കൂടിയ ശിരസുകൾ. ശിരസ് താഴെ വീണ് കിടപ്പുണ്ട്, അതിന് കിരീടം പറന്നു പോയവരാണ്.
ഉദ്ധൂത ശിരോഭിഹി ശിരോഭിഹി ഉദ്ധൂത കിരീട കുണ്ടലൈ കുണ്ടലം ധരിച്ച് ദൂരെ വീണുപോയി. സംരംഭദൃഗ്ഭിഹി കോപം കൊണ്ട് ജ്വലിച്ച നോട്ടങ്ങളാണ്. സംരംഭം കോപം, കോപം കൊണ്ട് ജ്വലിച്ച ദൃക് നോട്ടം. പരിദഷ്ടതച്ഛതൈ പരിദഷ്ടം ച കടിക്കുക, ദച്ഛതം ചുണ്ട് കടിക്കുക. പരിദഷ്ടതച്ഛതൈ ചുണ്ട് കടിച്ചുകൊണ്ട്, കോപം കൊണ്ട് ചുണ്ട് കടിച്ച് കണ്ണുകൾ മിഴിച്ചു ഘോരമായി നോക്കിക്കൊണ്ട് ആണ് ഇവരുടെ ശിരഫ് താഴെ വീണത്. സംരംഭദൃഗ്ഭി പരിദഷ്ടതച്ഛതൈ മഹാഭുജൈ ഫാഭരണൈ ഫഹായുധൈ വലിയ കൈകളാണ്. അത് ഫാഭരണൈ ആഭരണങ്ങളുണ്ട്, തോൾവള, കൈവള, കങ്കണം, മോതിരം എല്ലാം ഉണ്ട്. ഫഹായുധൈ കയ്യിൽ ആയുധങ്ങളുമുണ്ട്. കൈ നിലത്ത് വീണ് കിടപ്പുണ്ട്, പക്ഷെ കയ്യിൽ ആയുധം അങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുക. ആഭരണങ്ങളും ഉണ്ട്. ശിരഫ് താഴെ വീണ് കിടക്കുകയാണ് മുറിഞ്ഞിട്ട്. പക്ഷെ ആ ശിരഫ്, ആ മുഖത്തോട്ട് നോക്കിയാൽ ദേഷ്യവും കോപവും അങ്ങനെ തീ പോലെ വമിക്കുന്നുണ്ട്. അതേപോലെ ചുണ്ട് കടിച്ചിട്ടുണ്ട്. പലരുടെയും ശിരഫിൽ കിരീടങ്ങൾ പൂർണ്ണമായിട്ടില്ല, അത് ചാഞ്ഞും ചരിഞ്ഞും ഉടഞ്ഞും തകർന്നും പോയതാണ്. കുണ്ടലങ്ങളും അങ്ങനെയാണ്. മഹാഭുജി ഫാഭരണൈ ഫഹായുധൈ ഫാ പ്രാസ്തൃതാഭൂഹു ഫാ ഭൂഹു പ്രാസ്തൃത ആ ഭൂമി മറയ്ക്കപ്പെട്ടവരായി. പ്രാസ്തൃതാഹത്ത് മറയ്ക്കപ്പെട്ടതുപോലെയാണ്. കരഭ ഊരുഭിർബഭൗ കരഭോരുഭിർബഭൗ. കരഭം ആനയുടെ തുമ്പിക്കയുടെ പേരാണ് കരഭം. കരഭം പോലെയുള്ള ഊരുക്കളാൽ, തുടകളാൽ. കരഭോരുഭിഹി ബഭൗ ശോഭിച്ചു. ആ ഭൂമി പ്രാസ്തൃതാഭൂഹു നിലം കാണാത്തതുപോലെ ഭൂമി നിറഞ്ഞു കിടക്കുകയാണ്. കൈകാലുകള്, കിരീടങ്ങൾ, കുണ്ടലങ്ങൾ, ആയുധങ്ങൾ, ശിരഫുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. ആനയുടെ തുമ്പിക്കൈ പോലെ നീണ്ടു കിടക്കുന്ന തുടകൾ മാത്രം, കാല് അടർന്ന് താഴെ വീണ് കിടപ്പുണ്ട്. ഇങ്ങനെ ആ ഭൂമി കാണാൻ മേലാത്തതുപോലെ അങ്ങനെ ശോഭിച്ചു. യുദ്ധത്തിന്റെ ശോഭ അവിടെയാണ്, നമ്മുടെ ശോഭയല്ല, യുദ്ധത്തിന്റെ ശോഭയെ കുറിച്ചാണ് പറയുക. ശിരോഭിരുദ്ധൂതകിരീടകുണ്ടലേ സംരംഭദൃഗ്ഭി പരിദഷ്ടതച്ഛതൈ മഹാഭുജൈ ഫാഭരണൈ ഫഹായുധൈ ഫാപ്രാസ്തൃതാഭൂ കരഭോരുഭിർബഭൗ ശിരോഭിരുദ്ധൂതകിരീടകുണ്ടലൈ സംരംഭദൃഗ്ഭി പരിദഷ്ടതച്ഛതൈ മഹാഭുജൈ ഫാഭരണൈ ഫഹായുധൈ ഫാപ്രാസ്തൃതാഭൂ കരഭോരുഭിർബഭൗ ശിരോഭിരുദ്ധൂതകിരീടകുണ്ടലൈ സംരംഭദൃഗ്ഭി പരിദഷ്ടതച്ഛതൈ മഹാഭുജൈ ഫാഭരണൈ ഫഹായുധൈ ഫാപ്രാസ്തൃതാഭൂ കരഭോരുഭിർബഭൗ ശിരോഭിരുദ്ധൂതകിരീടകുണ്ടലൈ സംരംഭദൃഗ്ഭി പരിദഷ്ടതച്ഛതൈ മഹാഭുജൈ ഫാഭരണൈ ഫഹായുധൈ ഫാപ്രാസ്തൃതാഭൂ കരഭോരുഭിർബഭൗ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ആ. ഈ ഇത് ദാരുണമായ ഒരു കാഴ്ചയല്ലേ, ഒരു രംഗമല്ലേ? അതിന് ശോഭ, യുദ്ധത്തിന്റെ ശോഭ എന്ന് പറയാൻ പറ്റുമോ? അതാ ഞാൻ പ്രത്യേകം പറഞ്ഞ, നമ്മൾ ഉദ്ദേശിക്കുന്ന ശോഭയല്ല, യുദ്ധത്തിന്റെ ശോഭ ഈ ദാരുണമായ ശോഭയാണ്. യുദ്ധഭൂമി തിളങ്ങുന്നത് ഇങ്ങനെയും കൊണ്ടാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ശോഭയല്ല, യുദ്ധത്തിന്റെ ശോഭയാണ്. കബന്ധസ്തത്ര ചോത്തേതു പശ്യന്തഃ ശിരോക്ഷിഭിഃ ഉദ്യതായുധദോർദണ്ഡൈഃ ആധാവന്തോ ഭടാന്മൃധേ. കബന്ധാഃ തത്ര ച ഉത്പേതുഃ. കബന്ധങ്ങൾ, ശിരഫ് വേർപിരിഞ്ഞ ശരീരം, അതിന്റെ പേരാണ് കബന്ധം. ഉടല് മാത്രമേ ഉള്ളൂ. ആ കബന്ധങ്ങൾ
ഉത്പേതുഹു മുകളിലേക്കൊന്ന് ചാടിയെന്ന്. ഉത്പേതുഹു എന്നുവെച്ചാൽ തുള്ളിച്ചാടിയത്. ശിരസ് വേർപെട്ടാൽ അപ്പ വീഴില്ല, ഒന്ന് തുള്ളിച്ചാടിയിട്ടേ വീഴുള്ളൂ. വ്യാസൻ ഇതൊക്കെ നേരിട്ട് കാണുന്ന പോലെയാ വർണ്ണിക്കുന്നത്. കബന്ധാസ്തത്രചോത്പേതു പശ്യന്ത സ്വശിരോക്ഷിഭി സ്വശിരോ അക്ഷിഭി പശ്യന്ത. തങ്ങളുടെ ശിരസുകളുള്ള നേത്രം കൊണ്ട് നോക്കുന്നവരായിട്ട് തന്നെയാണ്. ശിരസ് വേർപിരിഞ്ഞു പോയെങ്കിലും ശിരസ് താഴെ കിടക്കുകയാണ്, ആ കണ്ണുകൊണ്ട് നോക്കുകയാണ് എന്ന് തോന്നും കണ്ടാൽ. പശ്യന്ത സ്വശിരോഭിഹി അക്ഷിഭി സ്വശിരോഭി അക്ഷിഭി പശ്യന്ത. ഞങ്ങളുടെ പതിത സ്വശിരോ എന്നാണ്. തിരുത്തിക്കോട്ടെ, പശ്യന്ത അല്ല, അല്ല പതിത പശ്യന്ത ആയിക്കോളൂ. ഒന്നുകൂടെ നല്ലത് പശ്യന്തയാ കണ്ടുകൊണ്ട്. ഉദ്യത ആയുധ ദോർദണ്ഡൈഹി, ഉദ്യതമായ ഉയർത്തിപ്പിടിച്ച ആയുധത്തോടും, ഉദ്യത ആയുധ ദോർദണ്ഡൈഹി നീണ്ട കൈകളോടെ, ഉയർത്തിപ്പിടിച്ച നീണ്ട കൈകളോടെ ആ കബന്ധങ്ങൾ ആധാവന്തോ ഭടാൻ മൃധേ, ഭടന്മാരുടെ നേരെ ഓടിപ്പോകുന്നു. മൃധേ യുദ്ധത്തിൽ ശിരസ് താഴെ വീണു, ആ ശിരസ് കൊണ്ട് നോക്കിയിട്ടാണെന്ന് തോന്നും. കയ്യിൽ ആയുധം ധരിച്ചുകൊണ്ട് ഈ കബന്ധങ്ങൾ തുള്ളിച്ചാടി ഭടന്മാരുടെ നേരെ പോകുന്നു തോന്നും. കാരണം ഒന്നും തുള്ളിച്ചാടിയിട്ട് താഴെ വീഴുള്ളൂ. ഈ തുള്ളിച്ചാടി പോകുന്ന കണ്ടാൽ എതിർക്കാൻ വേണ്ടി ആയുധം കൊണ്ട് ഭടന്മാരുടെ നേരെ പോവുകയല്ലേ എന്ന് തോന്നിക്കും. അങ്ങനെ പോവുകയല്ല. അങ്ങനെ മുമ്പിൽ നിൽക്കുന്ന ഭടന്മാരെ ഈ താഴെ വീണ് കിടക്കുന്ന കണ്ണുകൊണ്ട് നോക്കി കണ്ടിട്ട് പോവുകയല്ലേ എന്ന് തോന്നിക്കും ഈ കബന്ധങ്ങളുടെ നൃത്തം കണ്ടാൽ എന്ന്. കബന്ധാസ്തത്രചോത്പേതോ പശ്യന്ത സ്വശിരോക്ഷിഭി ഉദ്യത ആയുധദോർദണ്ഡൈ ആധാവന്തോ ഭടന്മഥേ. അവിടെ ഭടയിൽ ആധാവന്തോ എന്നാണ്. രാധ എന്നൊരു വാക്ക് കാണുമ്പോൾ നമ്മളത് അങ്ങനെ ആക്കിയത്. ദോർദണ്ഡൈഹി ആധാവന്തോ എന്നാണ് കുറിച്ച് വരുമ്പോൾ ദോർദണ്ഡൈർ ആധാവന്തോ, ആധാവന്ത എന്നാണ് വാക്ക്. കബന്ധാസ്തത്രചോത്പേതു പശ്യന്ത സ്വശിരോക്ഷിഭി ഉദ്യത ആയുധദോർദണ്ഡൈര അധാവന്തോ ഭടാൻമഥേ. കബന്ധാസ്തത്രചോത്പേതു പശ്യന്ത സ്വശിരോക്ഷിഭി ഉദ്യത ആയുധദോർദണ്ഡൈര അധാവന്തോ ഭടാൻമഥേ. കബന്ധാസ്തത്രചോത്പേതു പശ്യന്ത സ്വശിരോക്ഷിഭി ഉദ്യത ആയുധദോർദണ്ഡൈര അധാവന്തോ ഭടാൻമഥേ. ബലിർമഹേന്ദ്രം ദശഭിസ്ത്രിഭിരൈരാവതം ശരൈ ചതുർഭിശ്ചതുരോവാഹാൻ ഏകേന ആരോഹമാർക്ഷയൻ. ഇങ്ങനെ യുദ്ധത്തിനൊരു സാമാന്യ രംഗം സ്വഭാവോക്തി കലർന്ന് വർണ്ണിച്ചു വെച്ചിട്ട് യുദ്ധത്തിന്റെ വിശേഷ രംഗങ്ങൾ ഓരോന്നെടുത്ത് വർണ്ണിക്കാൻ പോവാം. ഇത് മൊത്തമുള്ള കാര്യം ഇപ്പൊ പറഞ്ഞു. ഇനിയും ഓരോരുത്തരുടെ നേരെയുള്ള യുദ്ധത്തിന്റെ സ്വഭാവങ്ങൾ വിസ്തരിച്ചൊന്ന് വർണ്ണിക്കാൻ പോവാം. ബലിർ മഹേന്ദ്രം, ബലി എന്താണ്? മഹേന്ദ്രന്, ഇന്ദ്രനെ, ദശഭിഹി ത്രിഭിഹി ഐരാവതം ശരൈഹി, ദശഭിഹി 10 ശരങ്ങളെ കൊണ്ട് ബലി ദേവേന്ദ്രന്റെ മേൽ പ്രയോഗിച്ചു. 3 ഐരാവതത്തിന് കൊടുത്തു. ത്രിഭിഹി ഐരാവതം ശരൈ, ത്രിഭിശരൈഹി ഐരാവതം. 3 അമ്പുകൾ കൊണ്ട് ഐരാവതത്തെയും 10 അമ്പുകൾ കൊണ്ട് ഇന്ദ്രനെ നേരെയും ബലി പ്രയോഗിച്ചു. ചതുർഭിശ്ചതുരോവാഹൻ, 4 അമ്പുകൾ കൊണ്ട് ചതുരങ്ങളായ വാഹനങ്ങളോടും ഏകേന ആരോഹമാർക്ഷയൻ, ഏകേന ഒന്നുകൊണ്ട് ആരോഹം ആനപ്പുറത്ത് കയറിയിരിക്കുന്ന ആനക്കാരനെ ആർക്ഷയത് പ്രയോഗിച്ചു. ബലി 10 അമ്പ് ഇന്ദ്രന്റെ നേരെ, 3 അമ്പ് ഐരാവതത്തിന്, 4 അമ്പുകൾ കൊണ്ട് വാഹനങ്ങൾക്ക്, 1 അമ്പ് ആനക്കാരന്റെ മുകളിലും പ്രയോഗിച്ചു. അയാൾ ഒരാളെ ഉള്ളല്ലോ, ഒരാനപ്പുറത്ത് ഒരാളെ ഉള്ളു. കൊണ്ട് ഏകേന ആരോഹം, ആരോഹം കയറിയിരിക്കുന്നവനെ,
ആർച്ചയത് എന്താ പ്രയോഗിച്ചു. ബലിർമഹേന്ദ്രം ദശഭിർ സ്ത്രിഭിരൈരാവതം ശരേ ചതുർഭിശ്ചതുരോവാഹാൻ ഏകേന ആരോഹമാർച്ചയത്. ബലിർമഹേന്ദ്രം ദശഭിസ്ത്രിഭിഃ ഐരാവതം ശരേ ചതുർഭിശ്ചതുരോവാഹാൻ ഏകേന ആരോഹമാർച്ചയത്. ബലിർമഹേന്ദ്രം ദശഭിസ്ത്രിഭിഃ ഐരാവതം ശരേ ചതുർഭിശ്ചതുരോവാഹാൻ ഏകേന ആരോഹമാർച്ചയത്. ഫതാന ആപതത ശസ്ത്രസ്താവദ്ഭിശീഘ്രവിക്രമാം ചിച്ഛേദ നിശിതേർഭല്ലേ അസംപ്രാപ്താൻ ഹസന്നിവാം. ഫതാൻ ആപതതഃ ഫഹ അവൻ ആപതതഃ താൻ നേരെ വരുന്നവരോട് ആപതതഃ നേരെ വരുന്നവരോട് ശക്രഹ ഇന്ദ്രൻ ശീഘ്രവിക്രമ അത്രയും ശീഘ്രവിക്രമനായ ഇന്ദ്രൻ ചിച്ഛേദ ഛേദിച്ചു നിശ്ചിതേ ഭല്ലൈഹി മൂർച്ചയുള്ള അമ്പുകൊണ്ട്. ഭല്ലം അമ്പ്. നിശ്ചിതേ ഭല്ലൈഹി മൂർച്ചയുള്ള അമ്പുകൊണ്ട് സംപ്രാപ്താൻ അടുക്കൽ വന്നവരെ ഹഫൻ ഒന്ന് കളിയാക്കുന്ന മട്ട് അടുത്തേക്ക് ചാടി വന്ന അവരെയൊക്കെ ഇന്ദ്രൻ നിശ്ചിതങ്ങളായ അമ്പുകളെ കൊണ്ട് പരിഹസിക്കുമാർ ഛേദിച്ചിട്ടു. ഫതാനാപതത ശക്ര താവദ്ഭിശീഘ്രവിക്രമാം ചിച്ഛേദ നിശ്ചിതേർ ഭല്ലൈഃ അസംപ്രാപ്താൻ ഹസന്നിവാം. ഫതാനാപതത ശക്ര താവദ്ഭിശീഘ്രവിക്രമാം ചിച്ഛേദ നിശ്ചിതേർ ഭല്ലൈരസംപ്രാപ്താൻ ഹസന്നിവാം. ഫതാനാപതത ശക്ര താവദ്ഭിശീഘ്രവിക്രമാം ചിച്ഛേദ നിശ്ചിതേർ ഭല്ലൈ അസംപ്രാപ്താൻ ഹസന്നിവാം. തസ്യ കർമ്മോത്തമം വീക്ഷ്യ ദുർമർഷശക്തിമാദദേ താം ജ്വലന്തി മഹോൽകാഭാം ഹസ്തസ്ഥാം അച്ഛിനദ്ധരീം. തസ്യ കർമ്മ ഉത്തമം വീക്ഷ്യ അവന്റെ ഉത്തമമായ കർമ്മം കണ്ടിട്ട് ദുർമർഷ ശക്തി ആദതെ ഇന്ദ്രൻ ചെയ്ത ആ പ്രവൃത്തി അമ്പുകൾ അയച്ചത് സഹിക്കാത്തവനായ മഹാബലി ശക്തി ആദതെ ശക്തി ആദതെ പ്രയോഗിച്ചു. താം ജ്വലന്തി മഹോൽകാഭാം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീക്കൊള്ളി പോലെ ശോഭയുള്ള മഹോൽക്ക ഉൽക്കാന്ത തീക്കൊള്ളിയാണ്. മഹോൽക്ക വലിയ തീക്കൊള്ളി ആഭാശോഭ മഹോൽക്കാഭാം വലിയ തീക്കൊള്ളിയുടെ ശോഭയുണ്ട് ഓടുകൂടി ജ്വലന്തിയും താം ജ്വലിക്കുന്ന ആ ശക്തിയെ ഹസ്തസ്ഥാം കൈയിരിക്കെ തന്നെ അച്ഛിനദ്ധരി ഇന്ദ്രൻ മുറിച്ചു കളഞ്ഞു. ഹസ്തസ്ഥാം അച്ഛിനത് ഹരി ഹരി എന്ന് വെച്ചാൽ ഇന്ദ്രൻ. ഹസ്തസ്ഥാം അച്ഛിനദ്ധരി ഹസ്തസ്ഥാം കയ്യിലിരിക്കെ തന്നെ അച്ഛിനത് മുറിച്ചു കളഞ്ഞു ഹരി. ഇന്ദ്രന്റെ ഈ കർമ്മം കണ്ടിട്ട് ബലി തന്റെ കയ്യിലിരിക്കുന്ന മഹാശക്തി കയ്യിലെടുത്തു. ആ ശക്തി തീക്കൊള്ളി പോലെ നാനാ ദിക്കിലും ജ്വലിപ്പിച്ചു വെട്ടിത്തിളങ്ങുന്നതാണ്. അത് കയ്യിലിരിക്കെ തന്നെ പ്രയോഗിക്കുന്ന മുമ്പ് തന്നെ ഇന്ദ്രൻ അത് മുറിച്ചു കളഞ്ഞു. തസ്യ കർമ്മോത്തമം വീക്ഷ്യ ദുർമർഷശക്തിമാദദേ താം ജ്വലന്തിം മഹോൽകാഭാം ഹസ്തസ്ഥാമച്ഛിനദ്ധരീം. തസ്യ കർമ്മോത്തമം വീക്ഷ്യ ദുർമർഷശക്തിമാദദേ താം ജ്വലന്തിം മഹോൽകാഭാം ഹസ്തസ്ഥാമച്ഛിനദ്ധരീം. തസ്യ കർമ്മോത്തമം വീക്ഷ്യ ദുർമർഷശക്തിമാദദേ താം ജ്വലന്തിം മഹോൽകാഭാം ഹസ്തസ്ഥാമച്ഛിനദ്ധരീം. തസ്യ കർമ്മോത്തമം വീക്ഷ്യ
ദുർമർഷശക്തിമാദതേ താം ജ്വലന്തിം മഹോൽക്കാഭാം ഹസ്തസ്ഥാമച്ഛിനദ്ധരീം തതശൂലം തതപ്രാസം തതസ്തോമരാഷ്ട്രയാം യച്ഛസ്ത്രം സമാദദ്യാത് സർവം തദച്ഛിനദ്വിഭൂ. തതഃ ശൂലം. അപ്പ മഹാബലി ശൂലം പ്രയോഗിച്ചു. തതപ്രാസം, അത് കഴിഞ്ഞിട്ട് ഉള്ള പ്രാസം പ്രയോഗിച്ചു. തതഃ തോമരം, അതിനുശേഷം തോമരം പ്രയോഗിച്ചു. തതോ ഇഷ്ടയ, തോമരം ഇഷ്ടയ തോമരമൃഷ്ടയ, ഇഷ്ടികൾ പ്രയോഗിച്ചു. യത് ശസ്ത്രം, യദ്യച്ഛസ്ത്രം സമാദദ്യാത്, യാതൊരു ശസ്ത്രമാണോ തങ്ങളുടെ നേർക്കയച്ചത്, തത് സർവം, അത് മുഴുവൻ, തത് അച്ഛിനത് വിഭു, വിഭുവായ ഇന്ദ്രൻ അത് അച്ഛിനത് മുറിച്ചു കളഞ്ഞു. ആദ്യം ശക്തി പ്രയോഗിക്കാൻ കയ്യിലെടുത്തപ്പോൾ മുറിച്ചു കളഞ്ഞു. അപ്പൊ കോപിഷ്ണനായ ബലി ശൂലം പ്രയോഗിച്ചു, അത് ഇന്ദ്രൻ മുറിച്ചു കളഞ്ഞു. പ്രാസം പ്രയോഗിച്ചു, അത് മുറിച്ചു കളഞ്ഞു. തോമരം പ്രയോഗിച്ചു, അത് മുറിച്ചു കളഞ്ഞു. ദൃഷ്ടി പ്രയോഗിച്ചു, അത് മുറിച്ചു കളഞ്ഞു. ഇങ്ങനെ ഏതേത് ശസ്ത്രം പ്രയോഗിക്കാൻ ആരംഭിച്ചോ അതെല്ലാം ഹരി ആയ വിഭു ഛേദിച്ചു കളഞ്ഞു. തതശൂലം തതപ്രാസം തതസ്തോമരമൃഷ്ടയാം യദ്യച്ഛസ്ത്രം സമാദദ്യാത് സർവം തദച്ഛിനദ്വിഭൂ. തതശൂലം തതപ്രാസം തതസ്തോമരമൃഷ്ടയാം യദ്യച്ഛസ്ത്രം സമാദദ്യാത് സർവം തദച്ഛിനദ്വിഭൂ. തതശൂലം തതപ്രാസം തതസ്തോമരമൃഷ്ടയാം യദ്യച്ഛസ്ത്രം സമാദദ്യാത് സർവം തദച്ഛിനദ്വിഭൂ. സസർജാധാഫുരീം മായാം അന്തർത്ഥാനഗതോ പുരാൻ തതപ്രാദുരഭൂച്ഛൈല പുരാനീകോപരി പ്രഭോ. സസർജ അഥ ആഫുരീം മായാം അന്തർത്ഥാനഗതോ പുര, മായ കൊണ്ട് അന്തർത്ഥാനം പ്രാപിച്ചവനായ അസുരൻ. അസുരന്മാർക്ക് മായാജാലകളായ വിദ്യകൾ ഏറെയുണ്ട്. അതുകൊണ്ട് അന്തർധാനം മറയുക, അന്തർധാനം വിദ്യ എന്നാണ് എൻ്റെ പേര്. അത് സ്വീകരിച്ചവനായ അസുരൻ. മായാം അന്തർധാനഗതോ അസുര, അന്തർധാനഗതമെന്ന മായ സ്വീകരിച്ചവനായ അസുരൻ സസർജ അഥ ആസുരീം. അപ്പോൾ അസുരന്മാർക്കുള്ളതായ ഈ മായയെ, ആസുരീം മായ, സസർജ സൃഷ്ടിച്ചു. തതഃ അപ്പോൾ പ്രാദുരഭൂത് ശൈലഃ പുരാനീകോപരി പ്രഭോ. അപ്പോൾ പ്രാദുരഭൂത് പ്രാദുർഭവിച്ചു, പുരാനീക ഉപരി ദേവസൈന്യങ്ങളുടെ മുകളിൽ, ശൈലഃ ഒരു പർവ്വതം താനെ വന്ന് വീണു. ആരായിട്ടെന്ന് അറിയത്തില്ല. ദേവന്മാരുടെ സൈന്യത്തിന്റെ മേൽ ഒരു പർവ്വതം പറന്നു വന്ന് വീണു. ഇത് അസുരന്മാരുടെ മായാശക്തിയാണ്. തഥാ പ്രാദുരഭൂത് പ്രാദുർഭവിച്ചു, ശൈലഃ പർവ്വതം, പുരാനീക ഉപരി പ്രഭു സുരന്മാരുടെ അനീകത്തിന്റെ മുകളിൽ, ദേവസൈന്യത്തിന്റെ മുകളിൽ ഹേ പ്രഭു വന്നു വീണു ഒരു വലിയ പർവ്വതം. സസർജാധാഫുരീം മായാം അന്തർധാനഗതോ പുരഃ തതപ്രാദുരഭൂച്ഛൈല പുരാനീകോപരി പ്രഭോ. സസർജാധാഫുരീം മായാം അന്തർധാനഗതോ പുരാം തതപ്രാദുരഭൂച്ഛൈല പുരാനീകോപരി പ്രഭോ. സസർജാധാഫുരീം മായാം അന്തർധാനഗതോ പുര തതപ്രാദുരഭൂച്ഛൈല പുരാനീകോപരി പ്രഭോ. ആ യുദ്ധവർണ്ണന ഈ സർഗം, ഈ അധ്യായം മുഴുവൻ 57 വരെ നീണ്ടുപോകുന്നതാണ്. എന്തായാലും നമുക്ക് ഇതുകൊണ്ട് തീരില്ല. നമുക്ക് ഇന്ന് ദിവസം ധരിക്കാം. എനിക്കൊരു 5 മിനിറ്റ് മുമ്പ് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്.
നമുക്കിന്ന് ഉപസംഹരിക്കാം. യുദ്ധം നീണ്ടുപോവുകയാണ്. യുദ്ധത്തിന്റെ തീക്ഷ്ണമായ ഭാഗങ്ങൾ ഓരോന്നടുക്കിന് വ്യാസൻ വർണ്ണിച്ചു കൽപ്പിക്കുകയാണ്. ഇപ്പോഴാണ് വ്യാസന്റെ കഴിവുകൾ ഏതൊക്കെ തരത്തിലാണ് യുദ്ധഭൂമി വർണ്ണിക്കാൻ, മുമ്പിൽ കാണുന്ന പോലെ ആവിഷ്കരിക്കാൻ ഇതുപോലെ ഏതൊരു കവിക്ക് സാധിക്കും. അവിടെയാണ് വ്യാസന്റെ കവിത്വ ഭാവനയെ നമുക്ക് ശരിക്ക് ഉൾക്കൊള്ളേണ്ടി വരുന്നത്. വേദാന്തി മാത്രമല്ല, കവി കൂടിയാണ് വ്യാസൻ എന്ന് കാണാൻ പറ്റും. സംശയം വല്ലതുകൊണ്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇവിടെ ഉപസംഹരിക്കാം. സാറേ, ഭഗവാന്റെ ഇതല്ലേ ഈ യുദ്ധം ഉണ്ടാകാൻ കാരണം? ഭഗവാൻ ഇവർക്ക് അസുരന്മാർക്ക് അമൃത് കൊടുക്കാത്തതുകൊണ്ടല്ലേ ഇത് യുദ്ധം ഉണ്ടായത്? അതെ അതെ, അതെന്തി അങ്ങനെ ഭഗവാൻ ചെയ്ത്? അവരുടെ സഹായം കൊണ്ടല്ലേ ഇത് കിട്ടിയത്? അവരുടെയും കൂടെ സഹായം കൊണ്ടല്ലേ? അവരെ നശിപ്പിക്കാനല്ലേ താൻ അവതരിച്ചത്. അവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവതരിപ്പിച്ചത്. അതിന് പല തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് അവരെ ഇല്ലായ്മ ചെയ്യാണ്. എന്റെ ഭാഗമാണ് ഇതെല്ലാം. അമൃത് അവർക്ക് കൊടുക്കാതിരുന്നതും അവരെ നശിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്. യുദ്ധം ഉണ്ടാക്കിയതും യുദ്ധത്തിൽ കുറെ പേര് നശിക്കുന്നവരായിരിക്കും. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ്. ദുഷ്ടനിഗ്രഹണത്തിന് വേണ്ടിയാണ് താൻ ഭൂമിയിൽ അവതരിച്ചത്. പിന്നെ എന്തിനാ അസുരന്മാരെ കൊന്നോന്ന് ചോദിച്ചാലോ? അതിനാണ് താൻ ജനിച്ചത്. തന്റെ ഉദ്ദേശം അതാണ്. സഹോദരങ്ങളല്ലേ അവരെ? അതെ, സഹോദരങ്ങളാണെങ്കിലും ദുഷ്ടബുദ്ധിക്കാരല്ലേ. അത് നമ്മുടെ ബുദ്ധിയിലല്ലേ നമ്മൾ വിചാരിക്കുന്നേ. പക്ഷെ കൃഷ്ണന്റെ ഉദ്ദേശം അതിനല്ലല്ലോ. നമ്മുടെ ഉദ്ദേശം ഇവരെ രക്ഷിക്കാനാണ്. കൃഷ്ണന്റെ ഉദ്ദേശം അതല്ല. അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി തന്നെ അവതരിച്ചാണ്. രാക്ഷസന്മാർ, അസുരന്മാർ, ദുഷ്ടന്മാർ, ഇവരെല്ലാവരെയും. അതുകൊണ്ടാണല്ലോ ഇവർ ദുഷ്ടന്മാർ അസുരന്മാരായി തീർന്നതുകൊണ്ടാണല്ലോ. അല്ലെ ഇവർക്ക് ദേവന്മാരായിക്കൂടായിരുന്നല്ലോ. ഒരച്ഛന മക്കളല്ലേ, എന്തുകൊണ്ടായില്ല? ശരിയാ. അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത ബുധനാഴ്ച പൂജയുടെ പകരം നമുക്ക് അന്ന് ക്ലാസ് വേണ്ടെന്ന് വെക്കാം. 5-ാം തീയതി. പിന്നത്തെ ബുധനാഴ്ച സാറേ 36-ാമത്തേതിലെ ആ പദം അത് ഇഷ്ടിയാണോ? പൂശുണ്ടി ചക്ര ഗദ ഇഷ്ടിയാണോ? കൃഷ്ടി അല്ലേ? സൃഷ്ടി എന്നാണ് ആയുധത്തിന്റെ പേര്. പിന്നെ അതുപോലെ 44-ാമത്തിലെ ആ പദം എങ്ങനെയാ? അത് ഒറ്റ പദമാണോ? സമാദദ്യാത്. അതെ, 44. സമാദദ്യാത്. അതെ, സമാദദ്യാത്. സം ആ ഉപസർഗപൂർവകമായ ദദ്യാത് എന്നാണ് ധാതു. പക്ഷെ ഒന്ന് ചേർത്താണ് പറയുക. 2 ഉപസർഗങ്ങളാണ്. സമാദദ്യാത്. സംശയം തീർന്നെങ്കിൽ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സർ. നമസ്കാരം.